അപ്പോൾ നമസ്കാരം, രഞ്ജിത് ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ടെലിഗ്രാം ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ പോകുന്നു. ഇതിലെന്തൊരു സത്യാവസ്ഥ ഉണ്ടോ? അപ്പോൾ കുറച്ച് ന്യൂസുകളിലൊക്കെ ഇങ്ങനെ നോക്കി ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിലും ഇത് എന്താ കാരണമെന്ന്. ഇപ്പോൾ ടെലിഗ്രാം പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. വാട്സാപ്പിനെക്കാട്ടി കുറച്ചുകൂടെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജിങ് ആപ്പാണ് ടെലിഗ്രാം. നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ എങ്കിലും ഒരുപാട് നല്ല ചാനൽസ് ഉണ്ട്. കാരണം ഈ PSC കോച്ചിങ് ചെയ്യുന്ന പല ആളുകൾക്കും ഉപകാരപ്പെടുന്ന കുറേ നല്ല ചാനലുകൾ ടെലിഗ്രാമിലുണ്ട്. കാരണം വാട്സാപ്പിനെക്കാട്ടി കുറച്ചുകൂടെ സുതാര്യമായിട്ട് കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് ഈ ടെലിഗ്രാമിൻ്റെ ഏറെ പ്രത്യേകത. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ടെലിഗ്രാം ഇന്ത്യയെ ബാൻ ചെയ്യാൻ ഒരു കാരണം. മുമ്പായിട്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിട്ട് നമുക്ക് മുമ്പോട്ട് പോകും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. നിരോധിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റവും ഈ ചൂതാട്ടവും ഇത് കണ്ടമാനം ഈ ടെലിഗ്രാമിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മെയിൻ കാരണം പറയുന്നത് ഈ ഒരു റീസണാണ് പറയുന്നത്. അപ്പോൾ ടെലിഗ്രാം ഇന്ത്യയിൽ നിരോധിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ഈ ചാനലുകൾ, അതായത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ചാനലുകളുണ്ട്, പലർക്കും പ്രയോജനമാകുന്ന ഉപകാരപ്രദമാകുന്ന ചാനലുകൾ ഇത് ചിലപ്പം നഷ്ടമായേക്കാം. അതായത് PSC കോച്ചിങ് പോലെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കുറേയധികം ചാനലുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ടെലിഗ്രാം ഇന്ത്യയെ ബാൻ ചെയ്താൽ ഇതെല്ലാം പോകും. എൻ്റെ അഭിപ്രായത്തിൽ എനിക്കൊന്ന് വാട്സാപ്പിനെക്കാട്ടി കുറച്ചുകൂടെ നല്ലത് നമുക്ക് മെസ്സേജിങ് ആപ്പ് ടെലിഗ്രാമാണ് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ഫാസ്റ്റാണ്. പക്ഷേ അതിൽ ഒരുപാട് ദുരുപയോഗം നടക്കുന്നുണ്ട്. അതാണ് സർക്കാർ ഈ ഒരു ടെലിഗ്രാം ഇന്ത്യയിൽ നിരോധിക്കാനുള്ള ഒരു മെയിൻ കാരണം അവർ പറയുന്നത്. ടെലിഗ്രാമിൻ്റെ CEO ഫ്രാൻസിൽ വെച്ച് അറസ്റ്റിലായ കാര്യം അറിയാമല്ലോ. അപ്പോൾ ടെലിഗ്രാം CEO പവൽ ദുറൈവിനെ ഫ്രാൻസിൽ വെച്ച് അറസ്റ്റിലായ തൊട്ട് പിന്നാലെയാണ് ഈ ഒരു കാരണങ്ങളൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നത്. അത് പറഞ്ഞ പ്രശ്നങ്ങളിൽ മെയിൻ റീസൺസൊക്കെ വഞ്ചന, മയക്കുമരുന്ന് കടത്ത്, സൈബർ ഭീഷണിപ്പെടുത്തൽ, അങ്ങനെ ഒട്ടനവധി ഈ ക്രിമിനൽ കുറ്റങ്ങൾ, സൈബർ ക്രിമിനൽ കുറ്റങ്ങൾ ആണ് ഈ ഇദ്ദേഹത്തിന് മേലെ അടിച്ചേൽപ്പിച്ചേക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അത് ഫ്രാൻസിലെ ഓഫ്മിൻ എന്നൊരു ഓഫീസുണ്ട്. അവരാണ് ഈ ടെലിഗ്രാമിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. അവരുടെ CEOക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഓഫ്മിൻ എന്ന ഫ്രാൻസിലെ ഒരു ഓഫീസാണ്. അപ്പോൾ ക്രിമിനൽ ആക്ടിവിറ്റി അങ്ങ് തടയുന്നതിന് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഈ ടെലിഗ്രാമിൽ വൻ രീതിയിൽ ഈ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ചെയ്യുന്ന ചാനൽസൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് കൂടുതലും ഈ വേണ്ടാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള കാര്യങ്ങളാണ് അതായത് ഈ ടെലിഗ്രാമിൽ ചെയ്തത്. വാട്സാപ്പിലൊക്കെ പക്ഷേ അങ്ങനെ ഒരു കണ്ടൻറ്റുകൾ അങ്ങനെയൊന്നും ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ടെലിഗ്രാമിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഇതിന് പുറകെ അറിയും. ഇന്ത്യയിൽ ബാൻ ചെയ്യുമെന്നാണ് കിട്ടുന്ന റിപ്പോർട്ട്. പക്ഷേ അതിനെപ്പറ്റി കൃത്യമായിട്ട് ആരും സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ടെലിഗ്രാമിൽ ഈ ചാനലുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും വേണ്ടപ്പെട്ട രേഖകൾ കാണാം, ഈ നോട്ട്സും മറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ബാക്കപ്പ് എടുത്തെല്ലാം സേഫാക്കി വെക്കുക. ചിലപ്പോൾ ടെലിഗ്രാം ബാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും റീയൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെപ്പറ്റി അങ്ങനെ സംബന്ധമായ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽസ് കൂടുതൽ അറിയത്തില്ല. പക്ഷേ എല്ലാവരും കരുതിക്കുക. അപ്പോൾ മിക്കവാറും ബാൻ ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. ഈ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ സുഗമമാക്കാൻ വേണ്ടി ഈ ടെലിഗ്രാം ഇത് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് നേരത്തെ മുതൽ അതിനെപ്പറ്റി അന്വേഷണം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു, ഈ അടുത്തിടയ്ക്ക് നടന്ന നമ്മുടെ ഈ UGC NEET എക്സാമിൻ്റെ ഈ മെഡിക്കൽ അതിൻ്റെ ചോദ്യപേപ്പർ ഈ ടെലിഗ്രാം പ്ലാറ്റ്ഫോം വഴിയാണ് കൂടുതൽ ഷെയർ ചെയ്തത്. ഏകദേശം 5000 മുതൽ 10000 രൂപ വരെയാണ് ഒരു ചോദ്യപേപ്പറിനായിട്ട് ഇത് ഈടാക്കിയെന്നാണ് കണക്ക് പുറത്തുന്നത്. അപ്പം അതും വേറൊരു റീസണാണ്. അപ്പോൾ ടെലിഗ്രാം ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ വേറൊരു റീസണും കൂടി ഇത് കാണുന്നുണ്ട് ഈ ഒരു കാര്യം. കാരണം വാട്സാപ്പിനെക്കാട്ടി കൂടുതൽ ടെലിഗ്രാമിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും നടക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു മെയിൻ അതാകാനാണ് സാധ്യത. അപ്പം മിക്കവാറും ഇന്ത്യയിൽ ഉടനെ ഇത് ബാൻ ചെയ്യാനുള്ള തീരുമാനങ്ങൾ വരുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ടെലിഗ്രാം പറയുന്നത് ഇന്ത്യയിലെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ടെലിഗ്രാം പ്രവർത്തിക്കുന്നതാണ് അവർ പറയുന്നത്. പക്ഷേ ഇനിയും വരുന്ന ദിനങ്ങളിൽ അറിയാം ഇത് ഇന്ത്യയിൽ ബാൻ ചെയ്യുമോ ഇല്ലയോ, അല്ലെങ്കിൽ ലോകം മൊത്തത്തിൽ ഇത് ബാൻ ചെയ്യില്ലെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇത് നമുക്ക് അറിയാവുന്ന പല നമ്മുടെ ന്യൂസുകളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ടെലിഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അത് പഠിക്കുന്ന സംബന്ധമായ രേഖകൾ മെയിനായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞല്ലോ PSC
കോച്ചിങ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും, ജോലി സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി ഇത് പഠിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഈ ടെലിഗ്രാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് നിങ്ങളുടെ അതിൽ നിന്നെല്ലാം സേവ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ഡാറ്റ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ സേവ് ചെയ്ത് ബാക്കപ്പ് എടുത്ത് വെക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഇത് നമ്മുടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിൽ കാണുന്നെങ്കിൽ നമ്മുടെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ദിസ് ഇസ് രഞ്ജിത്ത് സൈനിങ് ഓഫ്.